നമുക്കിന്ന് അരകത്ത് ക്ഷേത്രത്തിലേക്കൊന്ന് പോയാലോ? തിരുവനന്തപുരം ജില്ലയിലെ കൈമനത്തിനടുത്തുള്ള ഇടഗ്രാമം കരിമം റോഡിൽ നിന്നും 1 കിലോമീറ്റർ ഉള്ളിലോട്ടാണ് അരകത്ത് ദേവീക്ഷേത്രം. പെരുമ കൊണ്ടും പ്രൗഢി കൊണ്ടും പ്രസിദ്ധമായ അതിപുരാതനമായ തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ കുലദൈവമായ ശ്രീ പത്മനാഭസ്വാമിയോടൊപ്പം കൂടിയാറാട്ടം നടത്തുന്ന ഏക ദേവീക്ഷേത്രമാണ് പത്മനാഭസോദരിയും സർവൈശ്വര്യപ്രദായിനിയും ഭക്തവത്സലയുമായ ദേവി വനദുർഗയായി കുടികൊള്ളുന്ന അരകത്ത് ദേവീക്ഷേത്രം. കേരളത്തിലെ 108 ദുർഗാക്ഷേത്രങ്ങളിൽ ഒന്നായ ഈ ക്ഷേത്രത്തിൽ വില്ലുമംഗലം സ്വാമിയാണ് പ്രതിഷ്ഠ നടത്തിയത്. മുൻപ് കരമനയാറ് ഈ ക്ഷേത്രത്തിൻ്റെ മുന്നിലൂടെയാണത്രേ ഒഴുകിയിരുന്നത്. ഒരിക്കൽ വില്ലുമംഗലം സ്വാമി കരമനയാറിൽ കൂടി വഞ്ചിയിൽ സഞ്ചരിക്കുമ്പോൾ വിജനമായ ഈ പ്രദേശത്ത് എന്തോ ചൈതന്യം ദർശിച്ച അദ്ദേഹം വഞ്ചി കരയ്ക്കടുപ്പിച്ചിറങ്ങുകയും ഇവിടെ ദേവീ ചൈതന്യം ദർശിച്ച അദ്ദേഹം നാട്ടുകാരെ കൂട്ടി കൃഷ്ണശിലയിൽ ദേവീ ചൈതന്യം ആവാഹിച്ച് പ്രതിഷ്ഠ നടത്തുകയും ചെയ്തു. കൊല്ലവർഷം 914 തിരുവിതാംകൂറിൽ പ്രകൃതിക്ഷോഭമുണ്ടായി എന്നും അന്നത്തെ കാറ്റിലും പേമാരിയിലും കരമനയാറിൻ്റെ ദിശ മാറി പടിഞ്ഞാറ് കൂടി ഒഴുകാൻ തുടങ്ങിയെന്നും പറയപ്പെടുന്നു. മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ കാലത്ത് പത്മനാഭസ്വാമി ക്ഷേത്രം പുനരുദ്ധരിച്ചപ്പോൾ അരകത്ത് ക്ഷേത്രത്തിലും വിപുലമായ നവീകരണങ്ങൾ നടന്നു. ഇപ്പോഴത്തെ ചുറ്റമ്പലം 2008 നവീകരിച്ചതാണ്. ശ്രീകോവിലിന് മുന്നിലാണ് ക്ഷേത്രക്കുളം. ശ്രീകോവിൽ മുഖമണ്ഡപം, ചുറ്റമ്പലം, തിടപ്പള്ളി, നമസ്കാര മണ്ഡപം, ബലിക്കൽപ്പുര, വിവാഹ മണ്ഡപം തുടങ്ങിയവയുള്ള ഈ ക്ഷേത്രം പുരാതന കേരള ശൈലിയിൽ താക്കോൽ ദ്വാരത്തിൻ്റെ ആകൃതിയിൽ പൂർണ്ണമായും ശിലകള കിഴക്കോട്ട് ദർശനമായി വട്ടശ്രീകോവിലായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. കന്നിമൂലയിൽ ഗണപതിയും ശിവനും ശാസ്താവുമാണ് ചുറ്റമ്പലത്തിനുള്ളിലെ ഉപദേവന്മാർ. ചുറ്റമ്പലത്തിന് പുറത്ത് നാഗദൈവങ്ങളെയും യോഗീശ്വരനെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു. മറ്റു ദുർഗാക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വനത്തെ സംരക്ഷിക്കുന്ന ദേവി മാതൃഭാവത്തിൽ വസിക്കുന്നതിനാൽ മറ്റു ദേവീക്ഷേത്രങ്ങളിലെ പോലെ പൊങ്കാല, ചെണ്ടമേളം, വെടിക്കെട്ട്, ചുവന്ന പുഷ്പങ്ങൾ തുടങ്ങിയവ ദേവിക്ക് ആഹിതമാണ്. അരളിയിൽ വിഷാംശമുള്ളതിനാൽ അരളിപുഷ്പങ്ങളും ഇവിടെ ഉപയോഗിക്കാറില്ല.